എല്ലാ സന്യാസി വര്യന്മാർക്കും നമസ്കാരം. അതുപോലെ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും വന്ദനം. സ്വാമി, ഞാൻ ശ്രീലത. എനിക്ക് എൻ്റെ ഒരു ബാലിശമായ സംശയമാണ്. എനിക്ക് എപ്പോഴും തോന്നാറുള്ള ഒരു ചിന്തയാണ്, നമ്മൾ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നതാണ് ഈശ്വരനെ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും സ്വാമി പറഞ്ഞതുപോലെ എല്ലാവരും ഒരേപോലെ പോവുകയും ചെയ്യുന്നതാണ് ശബരിമല, ഗുരുവായൂർ, ശ്രീകൃഷ്ണ ഭഗവാൻ ക്ഷേത്രമെല്ലാം. പക്ഷേ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നെങ്കിലും ഈ ക്ഷേത്രങ്ങളൊക്കെ നടത്തിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഹിന്ദുമതത്തിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമില്ലാത്ത ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്വാമി അങ്ങനെ വന്നു ചേരുന്നതും നമ്മൾക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇപ്പോൾ സ്വാമി പറഞ്ഞു സ്വർണ്ണപ്പാളി ചെമ്പുപാളി ആവുകയാണ്, ചെമ്പുപാളി സ്വർണ്ണപ്പാളി ആവുകയാണ്. ഇത് നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല 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 കാര്യങ്ങളും ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹിന്ദു മതവിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്. രണ്ട്, നമ്മളെല്ലാവരും, ഞാൻ ഈ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ പല കാര്യങ്ങളും കാണാറുണ്ട്. നമ്മളുടെ പല സ്ഥലത്ത് ചെയ്യുമ്പോഴും അതർ മതസ്ഥർ അവരുടെ ഈ പള്ളികൾ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് കിട്ടുന്ന വരുമാന സ്രോതസ് ഉപയോഗിച്ച് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ അവർക്കായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ കുട്ടികൾക്ക് ഉന്നതിയിലെത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിൽ സപ്പോർട്ട് നടക്കുന്ന പല മേഖലകൾ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഹിന്ദു എന്നല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ഉൾക്കൊണ്ട ഒരാൾക്കാർ നമ്മളാണ് പണ്ട് എത്തിയത്, എല്ലാ സംസ്കൃതി സ്വാമിയോട് പറഞ്ഞു. പക്ഷേ നമ്മൾ ഇന്ന് എല്ലാവരുടെയും ചൂഷണത്താൽ തകർന്നു പോകുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസങ്ങൾക്ക് പോലും മറ്റുള്ളവർ നമ്മളിലുള്ള ആൾക്കാർ തന്നെ അത് ചൂഷണം ചെയ്ത് നമ്മളെ അധപ്പതിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ നമ്മൾക്കെല്ലാവർക്കും ഒത്തുചേർന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് എൻ്റെ സംശയം. ഇവിടെ രണ്ട് വിഷയമാണ്. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ക്ഷേത്രങ്ങളിൽ ഒരു പ്രകാരത്തിലും ഭരണാധികാരികൾ കൈകടത്തിയിരുന്നില്ല. ഭക്തന്മാർ നടത്തുന്ന ആ ഭക്തൻ രാജാവായിരിക്കാം, രാജവ്യവസ്ഥയായിരിക്കാം, തറവാടായിരിക്കാം, സമൂഹമായിരിക്കാം, ആയിരുന്നു ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ്. ആദ്യമായി സർക്കാർ ക്ഷേത്ര ഭരണത്തിൽ ഇടപെടുന്നത് 1811 തിരുവിതാംകൂർ രാജ്ഞിക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനിക സഹായം വാഗ്ദാനം ചെയ്യുന്നു. കായംകുളം തുടങ്ങിയ നാട്ടുരാജ്യങ്ങളുടെ ചില പ്രശ്നങ്ങൾ നിലനിന്ന സമയം ഈ സൈനിക സഹായത്തിന് പകരമായി വലിയ അക്കാലത്തെ ലക്ഷക്കണക്കിന്, കൃത്യലക്ഷം എത്രയാണെന്ന് ഓർമ്മയില്ല, 7 ലക്ഷത്തി ചില്ലാൻ എന്താണ് ആ കാലത്തെ പാരിതോഷികം ആവശ്യപ്പെടുന്നു. തിരുവിതാംകൂറിൻ്റെ കയ്യിൽ പണമില്ല. അപ്പോഴാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉപായം പറഞ്ഞു കൊടുക്കുന്നത്, കേണൽ മൺറോ വരുമാനമുള്ള ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിലാക്കിയാൽ മതിയെന്ന്. ഈ കേണൽ മൺറോ തിരുവിതാംകൂറിൻ്റെ റീജൻറ്റ് ദിവാനായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നു. 1811 ഈ കേണൽ മൺറോ തൻ്റെ ഭരണ പരിഷ്കരണത്തിലൂടെ വരുമാനമുള്ള തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളെ ഗവൺമെൻറ്റിൻ്റെ കീഴിലാക്കുന്നു. വലിയ വരുമാന സ്രോതസ്സായി അത് മാറി. ക്ഷേത്രങ്ങളെ മേജർ, മൈനർ എന്നൊക്കെ തരംതിരിച്ച് അതിൽ നിന്ന് പൈസ എടുക്കുന്ന സമ്പ്രദായം ആരംഭിച്ചു. കാലം മുന്നോട്ട് പോയി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടൻ നേരിട്ട് ഭരണം ഏറ്റെടുത്തു. തിരുവിതാംകൂറിലും കൊച്ചിയിലും കപ്പം കൊടുക്കുന്നവരായി രാജാക്കന്മാരുണ്ടായിരുന്നു. മലബാർ പൂർണ്ണമായും മദ്രാസ് പ്രോവിൻസിൻ്റെ ഭാഗമായിട്ട് തീരുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്ട് കൊണ്ടുവന്നു. റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്ട് അനുസരിച്ച് എല്ലാ മതസ്ഥാപനങ്ങളും ബ്രിട്ടൻ്റെ കീഴിലായി. അപ്പോൾ മുസ്ലിം സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും ഒറ്റക്കെട്ടായിട്ട് എതിർത്തു. പോപ്പും ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറിയും എല്ലാം ബന്ധപ്പെട്ട വിഷയമായിരുന്നു അത്. ഒറ്റക്കെട്ടായി എതിർത്തു. ഹിന്ദു സമാജത്തിലെ അക്കാലത്തെ സന്യാസിമാരോ ആ കാലത്തെ മറ്റ്
താന്ത്രിക വൈദിക ആചാര്യന്മാരോ ക മ എന്നൊരക്ഷരം മിണ്ടിയില്ല. എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷ് ഗവൺമെൻറ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്ട് പിൻവലിച്ചു. ആ സ്ഥാനത്ത് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്ട് പാസ്സാക്കി. ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട വരുമാനമുള്ള ആരാധനാലയങ്ങൾ HRNCയുടെ കീഴിലാക്കി. ഇത് നല്ല വരുമാന സ്രോതസ്സാണ്. അതിലുപരി സാമൂഹിക സ്വാധീനം ഉറപ്പിക്കാനുള്ള വഴിയാണെന്ന് കണ്ടറിഞ്ഞ ബ്രിട്ടൻ അത് രണ്ടാമതായിട്ട് കോൽക്കട്ട പ്രോവിൻസിൽ, അന്ന് കൽക്കട്ടയായിരുന്നു, മൂന്നാമതായിട്ട് ബോംബെ പ്രോവിൻസിൽ, നാലാമതായിട്ട് സെൻട്രൽ പ്രോവിൻസിൽ നടപ്പിലാക്കി. ഇങ്ങനെ ഭാരതത്തിൽ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും സർക്കാർ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. പിന്നീട് കാലക്രമേണ അതിൻ്റെ ഭരണനിർവഹണത്തിനുള്ള നിയമങ്ങളിൽ പല അമെൻമെൻറ്റുകളും വരുത്തിക്കൊണ്ടേയിരുന്നു. 1947 ബ്രിട്ടൻ പോയി തലസ്ഥാനത്ത് നമ്മുടെ വ്യവസ്ഥ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല, പക്ഷേ നമ്മുടെ ഭാരതത്തിൻ്റെ വ്യവസ്ഥ വരും എന്നുള്ള അവസ്ഥ വന്ന സമയത്ത് പല രാജാക്കന്മാരുമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കവനൻ്റ് ഏർപ്പെട്ടു. അത്തരം കവനൻറ്റിനനുസരിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡൊക്കെ രൂപീകരിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. എന്നാൽ മലബാർ ദേവസ്വം ബോർഡ് കവനൻറ്റിനനുസരിച്ചല്ല, അത് ആദ്യമുള്ള HRNC ആണ്. കാലം മുന്നോട്ട് പോയി. 47 അധികാരികൾ മാറിയിരുന്നു. ക്ഷേത്രഭരണം തഥൈവ. 1950 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് റിപ്പബ്ലിക്കായി, ഇന്ത്യൻ യൂണിയനായി. അപ്പോഴെങ്കിലും അതത് മതസ്ഥാപനം അതത് മതക്കാർ നടത്തണമെന്ന് തീരുമാനമെടുക്കേണ്ടതായിരുന്നു, എടുത്തില്ല. വരുമാന സ്രോതസ്സായ സാമൂഹിക സ്വാധീന ശക്തിയായ ദേവസ്വം സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ തുടർന്നു. ഇനിയാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം. ഒരു പ്രതിപക്ഷമില്ലാത്ത സമയത്ത് പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഹോം അറസ്റ്റിലോ അല്ലെങ്കിൽ ജയിലിലോ ആയിരുന്ന സമയത്ത്, അടിയന്തരാവസ്ഥ കാലത്ത് മുഴുവൻ അധികാരങ്ങളും ഒറ്റ വ്യക്തി ഇന്ദിരാഗാന്ധി കൈയാളിയിരുന്ന സമയത്ത്, ആവർത്തിച്ച് പറയുന്നു, പ്രതിപക്ഷമില്ലാത്ത സമയത്ത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യ സെക്കുലറായി മാറി. അതുവരെ സെക്കുലർ എന്നൊരു ശബ്ദമോ സങ്കേതമോ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല. വളരെ ദീർഘവീക്ഷണയുക്തരായ ബാബാ സാഹേബ് അംബേദ്കറോ അല്ലെങ്കിൽ രാജേന്ദ്ര പ്രസാദോ പട്ടേലോ ഒക്കെ അടങ്ങുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മാണ സമിതി സെക്കുലർ എന്നൊരു പദം നമ്മുടെ ഭരണഘടനയിൽ ചേർത്തിരുന്നില്ല. എന്നാൽ 76 സെക്കുലറായി. സെക്കുലർ ആയാലെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം ആരാധനാലയം നടത്താൻ ധാർമ്മികമായി ഗവൺമെൻറ് അധികാരമില്ലാത്തതാണ്. പക്ഷേ അതിപ്പോഴും തുടരുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചിദംബരം കേസിലും പുരി ജഗന്നാഥ ക്ഷേത്ര കേസിലും ഗോകർണ ക്ഷേത്ര കേസിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഹിന്ദുക്കളുടെ സ്ഥാപനം മാത്രം കൈവശം വയ്ക്കുന്നതെന്ന്. ഇതൊക്കെ ഉണ്ടായിട്ടും നമുക്കിപ്പോഴും ക്ഷേത്രഭരണം പൂർണ്ണമായി മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ആന്തോളനങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ അതിനുവേണ്ടി നടത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് ജയിലിലായിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും അത് വിജയിക്കാതെ കിടക്കുകയാണ്. ഭാരതീയ ദർശനങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, ഭാരതത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്താൻ പരിശ്രമിക്കുന്ന ഇന്നത്തെ ഭരണ സംവിധാനം അത് ചെയ്യും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്രക്കേറെ വർഷം ഭരണം മുന്നോട്ട് പോയിട്ടും ക്ഷേത്ര വിമോചനം ഇന്നും നടന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സമാജത്തിൻ്റെ ഇച്ഛാശക്തി ഇനിയും ഉണരുക എന്നുള്ളതാണ് മാത്രമാണ് ആ വഴിക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുക. കേന്ദ്ര സർക്കാരിൽ സ്വാധീനം ചെയ്യാൻ കഴിയണം.
ക്ഷേത്ര വിമോചനം എന്നുള്ള ദൗത്യം നിർവഹിക്കാൻ കൂട്ടുനിൽക്കുന്നവർക്ക് മാത്രമേ ഞങ്ങളുടെ വോട്ടുള്ളൂ എന്ന് തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. ഇതിനൊക്കെ സമാജത്തിൻ്റെ ഇച്ഛാശക്തി വളർത്തേണ്ടതുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയാലും ഇതിനൊരു മറുവശമുണ്ട്. കേരളത്തിൻ്റെ മാത്രം കാര്യം പറയാം, ബാക്കി സംസ്ഥാനങ്ങൾ അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ 5 ദേവസ്വം ബോർഡാണ് ഉള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, കൂടൽമാണിക്യം ദേവസ്വം, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, 5 എണ്ണം. ഈ 5ലും കൂടി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 7000-ൽ താഴെ ക്ഷേത്രങ്ങളേ ഉള്ളൂ. എന്നാൽ ഹിന്ദു സമാജത്തിൻ്റെ കൈവശം 10,000-കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്, ലക്ഷോപരി ക്ഷേത്രങ്ങളുണ്ട്. അവ ഭംഗിയായി നടത്തിയാൽ മതി. ഇപ്പം ഇവിടെ നോക്കൂ, ഈ ക്ഷേത്രത്തിൽ എത്ര നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹം നടത്തി കൊടുത്തു, എത്ര സേവാപ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നിശബ്ദമായിട്ട് രോഗികൾക്ക് ചികിത്സാ സഹായങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് ഹിന്ദു സമാജം നടത്തുന്നത് കൊണ്ടാണ്. അതുപോലെ ഹിന്ദു സമാജം നടത്തുന്ന ക്ഷേത്രങ്ങൾ, അവിടെ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഹൈന്ദവ ചിന്തയുള്ളവർ ജനറൽ ബോഡിയിൽ മെമ്പർഷിപ്പ് എടുത്ത് എക്സിക്യൂട്ടീവിലേക്ക് വരണം. കാരണം മിക്ക ക്ഷേത്രങ്ങളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യൻ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ്. സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് 18 വയസ്സ് കഴിഞ്ഞ വിശ്വാസിയായ ഒരാൾക്ക് മെമ്പർഷിപ്പിന് അപേക്ഷിച്ചാൽ അവർ കൊടുത്തേ മതിയാവൂ. മെമ്പറാവണം. മെമ്പറായി കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവിലേക്ക് വരണം. എന്നെ സ്വാമി ആരും പ്രപ്പോസ് ചെയ്യില്ല, സ്വയം പ്രപ്പോസ് ചെയ്യാലോ. ഞാൻ എന്നെ എക്സിക്യൂട്ടീവിലേക്ക് സജസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം നിയമം അനുസരിച്ച്. വേറൊരാൾ പറയണമെന്നില്ല. അങ്ങനെ എക്സിക്യൂട്ടീവിൽ കയറണം. അങ്ങനെ ക്ഷേത്ര ഭരണത്തിൽ വരണം. അല്ലാത്ത ക്ഷേത്രങ്ങളിൽ പൈസ ഇടില്ല എന്ന് ഉറപ്പിക്കണം. മതിയല്ലോ. ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കുക, ഭഗവാനെ നീ ഒന്ന് സർക്കാരിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് കാണിക്ക്, എന്നിട്ട് ഞാൻ ഭണ്ഡാരത്ത് പൈസ ഇടാം. അതുവരെ ഞാൻ എൻ്റെ നാട്ടിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പൈസ ഇടും. പ്രാർത്ഥിച്ചു. അങ്ങനെ തീരുമാനിച്ചുകൂടാ? തീരുമാനിക്കാം. പണമില്ല എന്ന് കണ്ട ഒമാരപ്പം വിട്ടോടും. ഇവർക്ക് പണേ വേണ്ടു. അത് ചിന്തിക്കുക, അത് തീരുമാനിക്കുക. അത് ചെയ്യാവുന്നതാണ്, ഒരു അഭിപ്രായമാണ്, നിർദ്ദേശമല്ല. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഹിന്ദു സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ സേവാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കുറവാണ്. മറ്റ് മതങ്ങൾ വളരെയധികം സേവ ചെയ്യുന്നുണ്ട്. ഇത് 100% തെറ്റിദ്ധാരണയാണ്. നമ്മൾ മനസ്സിലാക്കിയതിലുള്ള തെറ്റാണ്. ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന സേവാപ്രവർത്തനത്തിൻ്റെ വ്യക്തമായി 100-ൽ 1 പോലും ഇന്ന് മറ്റ് പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നില്ല. ഒന്ന് കണ്ണ് തുറന്ന് നോക്കുക. നമ്മൾ ആരെയും മതം മാറ്റാൻ വേണ്ടി സേവ ചെയ്യുന്നില്ല. ഈ കൂട്ടത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി മദർ തെരേസ ചെയ്ത 1000-കണക്കിന് സേവനങ്ങളെ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അവർ സേവ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷെ സേവ ചെയ്തിട്ടുണ്ടെങ്കിൽ മതം മാറ്റിയിട്ടുമുണ്ട്. എന്നാൽ അതിൻ്റെ 1000-കണക്കിന് കുഷ്ഠരോഗികളെ സേവിച്ച നൃസിംഹാനന്ദ സ്വാമികളെക്കുറിച്ച് നമുക്കറിയാമോ? ഈ കേരളത്തിൽ ജീവിച്ച ആശുപത്രി നോക്കൂ, ലക്ഷക്കണക്കിന് രൂപ വേണ്ട സർജറികൾ പൈസ ഇല്ലാതെ ചെയ്യുന്ന പുട്ടപർത്തിയിലെയും വൈറ്റ്ഫീൽഡിലെയും സത്യസായി ആശുപത്രികൾ.
പാവപ്പെട്ടവർക്ക് വളരെ സേവാനിരക്കിൽ ചികിത്സ ചെയ്യുന്ന മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ ആശുപത്രികൾ, ശ്രീരാമകൃഷ്ണ മിഷൻ്റെ എണ്ണിയാൽ തീരാത്ത ആശുപത്രികൾ, ചിന്മയ മിഷൻ്റെ, ഇതൊന്നുമല്ലാതെ ഒറ്റപ്പെട്ട ആശ്രമങ്ങൾ നടത്തുന്ന സേവാ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വൃദ്ധസേവാ കേന്ദ്രങ്ങൾ, ആതുര സേവാ കേന്ദ്രങ്ങൾ, ചികിത്സാ സൗകര്യങ്ങൾ അളവറ്റതാണ്. അതുകൊണ്ട് സേവാമേഖലയിൽ നമ്മൾ ഒട്ടും പിന്നിലല്ല. ചില സംഘടനകളുടെ പേര് പറഞ്ഞതുകൊണ്ട് മറ്റു പലതും വിട്ടുപോവുക എന്ന ദോഷം വരും. മനസ്സിലാക്കുക, ഇതൊന്നുമല്ല, ഇതിൻ്റെ 1000 ഇരട്ടി. ഗുജറാത്തിൽ സന്ത്രാം മന്ദിർ എടുത്താലും സ്വാമിനാരായൺ വിഭാഗം എടുത്താലും എത്ര വലിയ സേവകളാണ് നടക്കുന്നതെന്നറിയോ? ബാബ രാംദേവിൻ്റെ ആഭിമുഖ്യത്തിൽ കോടാനുകോടി രൂപയുടെ സേവാപ്രവർത്തനങ്ങൾ ഹിന്ദു സമാജത്തിൽ നിന്ന് നടക്കുന്നുണ്ട്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സേവകൾ ധാരാളം നടക്കുന്നുണ്ട്. നമ്മളത് അധികവും പബ്ലിഷ് ചെയ്യണില്ല. ഒന്ന് പബ്ലിഷ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന സേവകൾ ഇത്ര ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കണം. പൊതുവെ നമുക്കൊരു സ്വഭാവമുണ്ട്, ഇതൊന്നും ആരും അറിയണ്ട. ശരി, വ്യക്തിപരമായി ചെയ്യുന്നത് അറിയണ്ട, പക്ഷെ സാമാജികമായി ചെയ്യുന്നത് അറിയണം. എങ്കിലേ നമ്മുടെ സമാജത്തിനൊരു അഭിമാനം ഉണ്ടാവും. ഒന്ന് ഉറപ്പിച്ച് പറയാം, ഈ സേവനങ്ങളുടെ മുഖം മൂടി വെച്ചുകൊണ്ട് ഒരു മതം മാറ്റവും ഹിന്ദു ചെയ്തിട്ടില്ല, ചെയ്യുന്നില്ല. ഉറപ്പിച്ച് പറയാം. ഒരെണ്ണം എടുത്തു നോക്കൂ. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം സേവനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് സേവാഭാരതി. ലോകത്തിൽ, ഭാരതത്തിലല്ല. ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവുമ്പോൾ, ഒരു കഷ്ടപ്പാട് വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വയനാട്ടുകാരോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. വയനാട്ടിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ വന്ന സമയത്ത് പുറമേ വലിയ ജേഴ്സിയും അതും ഇതും ഇട്ട് പലരും ഞങ്ങളാണ് സേവ എന്ന് കാണിക്കാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ദുരന്തമുഖത്ത് ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്നത് ആരാണെന്ന് പോയി നോക്കുക. പുറത്ത് ഫോട്ടോയിലും വീഡിയോയിലും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ദുരന്തമുഖത്ത് ആരാണെന്ന് നോക്കുക. അവിടെ സേവാഭാരതിയുണ്ട്. അനുഭവമാണ്. എവിടെ പ്രകൃതി ദുരന്തം വന്നോ അവിടെ രാമകൃഷ്ണ മിഷൻ ഉണ്ട്, അവിടെ അമൃതാനന്ദമയി മഠം ഉണ്ട്, അവിടെ ചിന്മയ മിഷൻ ഉണ്ട്, അവിടെ 100 ഹൈന്ദവ സംഘടനകളുണ്ട്. കാണാതിരിക്കരുതേ, ദയവ് ചെയ്ത്. ഇത് പറയുന്ന സമയത്ത് സമയം വളരെ വൈകിയിട്ടുണ്ട്. ഒറ്റ വിഷയം ഓർമ്മിച്ചത് പറയുകയാണ്. ദില്ലിയിൽ വെച്ചൊരു സമ്മേളനം നടന്നപ്പോൾ ഭാരതത്തിലെ വലിയൊരു രാഷ്ട്രീയ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു മഹതി ഹിന്ദുക്കൾ സേവകളൊന്നും ചെയ്യുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. ആ യോഗത്തിൽ ശ്രീ ഗുരുമൂർത്തി പങ്കെടുത്തിരുന്നു. ഗുരുമൂർത്തി വന്ന് പരംപൂജ്യ ദയാനന്ദ സരസ്വതി സ്വാമികളോട് ഈ വിവരം പറഞ്ഞു. സ്വാമിജി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ തമിഴ്നാട്ടിൽ ടുഗദർ വി സെർവ്, പേരോർമ്മിക്കുക, ടുഗദർ വി സെർവ് എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ആ പ്ലാറ്റ്ഫോമിൻ്റെ ആഭിമുഖ്യത്തിൽ ചെന്നൈ ടൗണിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചു, സേവാ എക്സിബിഷൻ. ആദ്യത്തെ വർഷം 260 സംഘടനകൾ വന്നു. രണ്ടാമത്തെ വർഷം 400 ചില്ലാൻ സംഘടനകൾ വന്നു. അവർ ചെയ്യുന്ന സേവകൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു. ഞാനതിൽ മുഴുവൻ പോയിരുന്നു, കണ്ടിരുന്നു, അഭിമാനപൂർവ്വം. അതിലൊന്ന് നിങ്ങളോട് ചൂണ്ടിക്കാണിക്കട്ടെ, ഒന്ന് മാത്രം. നേരത്തെ പറഞ്ഞ ഒരു പ്രസ്ഥാനമല്ല, 80 വയസ്സ് കഴിഞ്ഞൊരു മുത്തശ്ശനും അദ്ദേഹത്തിൻ്റെ പത്നി 78 വയസ്സുള്ളൊരു മുത്തശ്ശിയും. അവർക്കൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അവരെന്താ ചെയ്യണമെന്നറിയോ? ചെന്നൈയിൽ മെട്രോപൊളിറ്റൻ ഏരിയയിൽ ദിവസവും 10-30 വാഹനാപകടങ്ങളിൽ ആൾക്കാർ മരിക്കും. ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല. ബോഡി ആരാന്ന് പോലും തിരിച്ചറിയാത്ത മാതിരി അരഞ്ഞു പോയിട്ടുണ്ടാവും. ഈ ശവശരീരം മുഴുവൻ കൊണ്ടുവന്ന്
വിധിപ്രകാരം സംസ്കരിച്ച് അവർക്ക് തിലദാനം ചെയ്ത് ശ്രാദ്ധ അർപ്പിക്കുന്ന സേവയായി രണ്ടുപേര് ചെയ്യണത്. ചിന്തിക്കുക. ഇതൊന്നും ആരെയും കാണിക്കാനും കേൾപ്പിക്കാനും അല്ല. ഞാൻ പോയി അവരെ കെട്ടിപ്പിടിച്ച് അവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ രണ്ടുപേരുടെയും കണ്ണിന്ന് ധാരയായിട്ട് വന്നു. ഞങ്ങൾക്ക് മക്കളൊന്നുമില്ല, ഞങ്ങളെ മക്കളെയാ ഞങ്ങൾ ചെയ്യണത്. നിങ്ങൾ ഏകദേശം എത്ര ശരീരം സംസ്കരിച്ചിട്ടുണ്ടാവും? സ്വാമിജി അത് പറയാൻ പറ്റില്ല, എന്തായാലും ഒരു 6000-7000 ഒക്കെ ഉണ്ടാവും എന്ന് ആ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് കേൾക്കുമ്പോൾ അഭിമാനപൂരിതാവും. അതുകൊണ്ട് ഹിന്ദു സേവ ചെയ്യുന്നില്ല എന്ന് ദയവ് ചെയ്ത് പറയാതെ തന്നാൽ കഴിയുന്നത് താൻ ചെയ്യാം. ആവർത്തിച്ച് പറയുകയാണ്, തന്നാൽ കഴിയുന്നത് താൻ ചെയ്യുക. നമുക്കൊക്കെ സാധിക്കും, നമ്മൾ ചെയ്യുക.